ഹായ്, ഇന്ന് നമുക്ക് അടിപൊളി പുട്ടും ചെറുപയറിന്റെ കറിയൊക്കെ ഉണ്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എങ്ങനെയുണ്ട് നോക്കട്ടെ. അത് അച്ഛമ്മോള് കൊറേ വാരിയൊക്കെ പോയി തിന്ന് നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് അറിയാലോ സാധനം. നോക്കി നോക്കി ചെറുപയർ കൊറേ സമയം വൈകിനില്ലേ നമുക്ക്. 9 മണിയായി സമയം. സാധാരണ നേരത്തെ എഴുന്നേക്കുന്ന പക്ഷെ ലീവായോണ്ട് അപ്പൊ ഞാനും കുറച്ചു നേരം ഇങ്ങനെ കിടന്ന്. കാരണം എന്താ വെച്ചാലേ അച്ഛമ്മള എവിടെ വാ, സാധനം കഴിച്ചു നോക്കട്ടെ. ചോറ് വേവാനായിട്ട് ഞാൻ ചോറ് ഇട്ടിട്ടെ. നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഇഷ്ടമാണ് ചെറുപയർ അടിപൊളിയായി. ഇവിടെ പുട്ട് ഭയങ്കര ഇഷ്ടാ. എങ്ങനെയുണ്ട്? ഞാൻ തേങ്ങ അരച്ച വെച്ച കറി സൂപ്പർ അല്ലേ? അടിപൊളി സൂപ്പർ നമ്മൾ തന്നെ പറയല്ലേ, ഒന്നും പറയാല്ല. അതെ, ലേശം ഉപ്പ് കുറവുണ്ടല്ലോ. ഉണ്ടോ? എടുത്തരാം. അപ്പൊ അച്ഛമ്മോള് പോയി കണ്ട ഞങ്ങൾ മുറ്റത്ത് ഇറങ്ങിപ്പോയി. മോള് നീച്ചിട്ടില്ല. എന്നാ ഞാൻ എടുത്തോണ്ടിട്ട് കേട്ടോ. ഉപ്പിട്ടിന് ഇളക്കിക്കോളി. ഇവരൊക്കെ പറയും ഞാൻ കറിയിൽ ഉപ്പിട്ട ഉണ്ടാവില്ല ആറേ, അതേപോലെ ചായയിൽ പഞ്ചസാര ഇട്ടാ പറയില്ല ആറേ. എൻ്റെ മോള് പറയാം എൻ്റെ അമ്മ എന്താ അത് ചായ അയക്കുന്നോട്. അതെന്താ അറിയാ, ഞാൻ എങ്ങനെ ഉപ്പിട്ടാലും ഉണ്ടാവില്ല, കുറേ അയ്യ. അതെ, എന്തിലും അങ്ങനെ. അതേപോലെ ചായയിൽ എത്ര മധുരം ഇട്ടാലും ഉണ്ടാവില്ല. എൻ്റെ മോള് പറയാം എൻ്റെ അമ്മ പഞ്ചസാര ഇല്ലാത്ത പോലെ അറിയുന്നിട്ട്. ഞാൻ പറയും പഞ്ചസാര കുറച്ചേ കൂട്ടാൻ പാടുള്ളൂ പറയും ഞാൻ. അത് പോയി അപ്പുറത്തെത്തി, പൈപ്പിന്റെ ചോട്ടിലെത്തിണ്ടാവും ഇപ്പോ. പോയി വെക്കട്ടെ. ഇനി ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. ഞാൻ കുടിച്ചൂട്ടോ ചായ, ഇവരൊന്നും നീക്കണ്ടേ, എനിക്ക് വിശക്കുക. അതെ, അപ്പൊ ഇനി ചോറുണ്ണുമ്പോ വരട്ടെ ഞങ്ങള്. എന്താ ഭക്ഷണം? എന്താ ഇന്നെന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നുമില്ല, ഉണക്കമീൻ. അതത് ചൂടായിട്ട് നിങ്ങൾ ആരും തിന്നുന്നില്ല, പിന്നെ വെറുതെ ഉണ്ടാക്കി കേടെത്താനാണ്. നിങ്ങൾക്ക് ഇപ്പൊ 2 കഷ്ണം പുട്ട് എന്നിട്ട് ഒരു കഷ്ണമില്ലേ? ഇതൊക്കെ ചെയ്തൊക്കെ ചുറ്റിട്ട് വയ്യേ. ഞാൻ ഇപ്പൊ കുളിക്കുക, രണ്ടാമത് കുളിച്ചാൽ ഇന്നിപ്പോ രണ്ടാമത്തെ കുളിയാട്ടെ ഞാൻ കുളിച്ചത്. എന്തായാലും ചൂട് ഒരു രക്ഷയില്ല, ചൂട് സഹിക്കാൻ മതി. മോളെ മോളെ ചോറ് വേണ്ടേ? നമ്മളോട് ഇപ്പൊ ചായ അടിച്ചിട്ടുള്ളൂ. ഉറങ്ങല്ല ഉറങ്ങല്ല ഇങ്ങനെ. അച്ചുമോളിപ്പോ വീഴല്ലേ ദൈവമേ. ഇവിടെ അച്ചുമോള് താഴ്ത്തി കിടക്കുന്നു. അയ ഇറങ്ങൂലാടെ നിന്നോട്ടെ. അതല്ല കുറച്ചാണ്ട് നീക്കി സെറ്റാണ്. ആമരടിക്ക് മാമു വരട്ടെ അമ്മ പാത്രത്തില് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ചോറ് ആന മുഴുവൻ തിന്നും അറിയില്ല, അതാണ് എനിക്ക് ദേഷ്യം പിടിക്കുക. ഞാൻ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ചോറ് ആ നല്ലോണം തിന്നുട്ടോ. ഇന്ന് ഉണക്കമീൻ വറുത്തതാണ് ഞങ്ങൾക്ക് കേട്ടോ, നല്ല ഉണക്കമീൻ വറുത്തതാണ്. ഇന്ന് ഉപ്പേരും പപ്പടമൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ. വിടലട്ടോ മോനെ, അമ്മ പൊന്നും കട്ടേ അമ്മ. തുമ്മുന്നതാ തുമ്മത് ഇതൊക്കെ ഉണ്ട്. അച്ചുമല്ലി ടാറ്റന്നാ. ഇന്ന് ഉണക്കൽ മീനും നല്ല അടിപൊളി ഉണക്കൽ മീനാ മക്കളെ. അതിക്കൊരു ചോറും ഉഷാറാവട്ടെ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അടിയിൽ ഇന്നലെ തന്നെ പോയപ്പോൾ വാങ്ങി കുറേ പച്ചക്കറിയൊക്കെ. പിന്നെ മറ്റുള്ളതാ അവിടെ ഇങ്ങനെ സുഖിച്ച് കടന്നുറങ്ങുന്നുണ്ട്. ഫ്രിഡ്ജുണ്ട് നമ്മളെ. ഫ്രിഡ്ജ് വാങ്ങൂട്ടോ ഞങ്ങള്. അപ്പൊ ഞാൻ എന്ന് കാലം അതൊന്നും പറയാൻ പറ്റൂല. നമുക്ക് ദൈവം സഹായിച്ച എന്തോ നമുക്ക് ഇതാവാൻ കഴിയും. കറിയിൽ കൈയിട്ടോ, ചൂടാണേ. ഫ്രിഡ്ജ് അങ്ങനെ എത്ര റുപ്യ വേണം മോളെ? വെയില് കുറച്ച് കൊള്ളേണ്ടി വരും. ഞാൻ നല്ല അടിപൊളി സാമ്പാർ കേട്ടോ. അച്ചുമ്മക്ക് മാമ കൊടുത്തന്നാൽ അതാ അവിടെ കിടക്കണ്. ബാബ ഇറങ്ങാ മാമും ഇപ്പൊ ഇവിടെ കാക്കും.
താഴത്തിരുത്തിക്കാം, നിലത്തിരുത്തിക്കാം. കറി നമുക്ക് കറി ഇങ്ങനെ 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 ചിലപ്പം എങ്ങനെയാണ് ഓളെ സ്ഥിതി കണ്ടില്ലേ? ഇരുന്ന് തിന്നെ അത് വിളിക്കാണ് കയ്യാക്കണ്. വേഗം തിന്നെ. മീമി നുള്ളിട്ട് തരാൻ പറയും പാപ്പേനോട്. അമ്മയെ നടിയിലെടുത്ത് വെച്ചിന്. വടിയിലെടുത്തോ? അതിനിരിക്കാൻ വയ്യാണ്ട്. എന്നാ നിലത്ത് കിടക്ക്. ഞാൻ ആ തലക്കണ അവിടെ കൊണ്ടുവച്ചതില്ലേ കസേരയില്. എന്നാലും മതി. അല്ല നിലത്തിരുത്തിക്കോ. നിലത്തിരുത്തിയാ അതിന് ഇരിക്കൂല. നമ്മളിവിടെ ഇരിക്കണോണ്ടേ നമ്മ നിലത്തിരുത്തി തരാം. നിലത്തിരുത്തിക്കോ. നല്ല അല്ലെങ്കിൽ എന്താ അറിയോ, ചോറൊക്കെ പോകും. നേരത്തെ കൈ കൊണ്ട തിന്നണത് നിമ്പിമ്പി ആക്കി തരാം കേട്ടോ. അച്ഛമ്മൾക്ക് എപ്പോഴും ഞങ്ങൾ ഇതിനാ കൊടുക്കട്ടോ. എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു ഉപ്പിട്ട് കൊണ്ടുപോകാൻ. അത് ഞാൻ നോക്കിയാണെങ്കിൽ കമ്മലൊന്നും ഇട്ടിട്ടില്ല. ചുറ്റിട്ടേ കമ്മലൊന്നും വേണ്ട. എന്താ ചൂട്? ചൂടേ പെരും ചൂട്. ഞാൻ നമുക്കൊരു കുഴി കുത്തിയിട്ട് വെള്ളം പിടിച്ചേക്കണോ ഡാർപ്പായി? അതിലിങ്ങനെ കിടന്നാതില്ലേ? അതിൽ കടന്നുറങ്ങാ സുഖം ഉണ്ടാവും. മിക്കവാറും അത് വേണ്ടി വരും എനിക്ക് തോന്നുന്നു. ചൂട് അച്ചുമോളെ എവിടെ? അച്ചുമോള അതാ വെള്ളം കൊണ്ട് ഇതൊക്കെയാ പണി. വെള്ളം എടുത്തിട്ടേ ചോറിലിട്ട് കുഴക്കുന്നുണ്ട്. വെള്ളം കൊടുത്താല് കണ്ടില്ലേ ഒക്കെ നാശം പറ്റി. അച്ചുമ പാടുന്നേ മാമുന്നെ. അപ്പൊ ഞങ്ങള് കറിയിൽ ഉപ്പുണ്ടോ കേട്ടോ? നിങ്ങൾ എപ്പോഴും ഉപ്പില്ലാതെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം പോരായോ? നിങ്ങൾക്ക് അച്ചാറാണോ? അച്ചാറാണോ അത്? അച്ചാറുണ്ട്. വേണ്ട, ഒന്നും തിന്നാൻ കഴിയില്ലല്ലേ ചൂടുകൊണ്ട്. ചൂടുകൊണ്ട് ചോറ് തന്നെ വേണ്ട. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. രാവിലെ ചെറുപയർ കറിയാണോ നിങ്ങൾക്ക്? ചെറുപയർ കറിയോ? കുറച്ചുണ്ട്, വേണോ? ഞങ്ങൾ സാമ്പാർ വയ്ക്കി, അടിപൊളി സാമ്പാർ വയ്ക്കി. മതി. ഇനി വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട്. നമ്മൾ കാച്ചാലോ കഴിച്ചാലോ? ഞാൻ ഈ കിഴങ്ങൊന്നും തിന്നില്ല, എനിക്കിഷ്ടമല്ല. മുരിങ്ങക്കായൊക്കെ തിന്നും, വെണ്ടയ്ക്കൊന്നും ഞാൻ തിന്നില്ല, എനിക്ക് ഇഷ്ടമല്ല. നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടമാണ് വെണ്ടയ്ക്ക, ക്യാരറ്റ്. ക്യാരറ്റൊക്കെ തിന്നും, പക്ഷേ കിഴങ്ങൊന്നും എനിക്കിഷ്ടമല്ല. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊരിച്ചിട്ടും കരിച്ചിട്ടും ഒക്കെ തിന്നും. പിന്നെ എന്തോ പുഴുങ്ങിയിട്ട് പിന്നെ എന്താ പൊരിക്കുക, എന്തൊക്കെയോ ഉണ്ടാക്കും. മയോണൈസ് ഉണ്ടാക്കും, പലതും ഉണ്ടാക്കും. നമുക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ട് നോക്കാലോ. മറ്റേ കത്തി എത്രയോ വെള്ളം ഉണ്ടാക്കില്ലേ, എത്ര ഉണ്ടാക്കിയിട്ടും തികയണില്ല. അപ്പോൾ ഞങ്ങൾ ഇതങ്ങോട്ട് വലിക്കും, മേശ ഇരിക്കാൻ കഴിയില്ല. അച്ഛമോൾക്ക് ഇടയ്ക്ക് വെച്ചല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചോറ് കേട്ടോ. മോൾക്കൊന്നും വേണ്ടായിരുന്നു. ഇനി ആ ചോറ് തിന്നിട്ട് അമ്മയെ ഇടയ്ക്ക് കാട്ടിച്ച് ഹായ് പറയാൻ വേണ്ടി ഹായ് പറയും. ഹായ്. ഇനി ഞാൻ ചോറുണ്ട് കേട്ടോ. അച്ഛമോൾക്ക് ചോറ് കൊടുക്കുള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ സാവധാനം ഇങ്ങനെ കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ തിന്നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്ന്. ടേസ്റ്റ് ഉണ്ടോക്കട്ടെ കേട്ടോ. ആ ചൂടാ. നല്ല രസമുണ്ട്. ഇത് നോക്കി, അടിപൊളിയാ. ഞാനും കഴിക്കട്ടെ. ഉണക്കൽ മീനും. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒന്നുമില്ല കേട്ടോ. ഉണക്കൽ മീനും സാമ്പാറും മാത്രമേ ഉള്ളൂ. ഇനി നാളെ ഞങ്ങൾ അവിയലുണ്ടാക്കും. അപ്പോൾ ഞങ്ങളത് വീഡിയോ പിടിക്കും കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ ചോറിനട്ടെ. ടാറ്റാ.